അപ്പൊ നമുക്ക് അസ്മത് ശബ്ദത്തിന്റെ രൂപങ്ങൾ ഏതെല്ലാമാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഡാഷ് ബുഭുക്ഷ അസ്തി. ബുഭുക്ഷ അസ്തി, വിശപ്പ് ഉണ്ട് അല്ലെ? വിശപ്പുണ്ട്. ആർക്കാണ് വിശപ്പുള്ളത്? ചോദ്യം. അപ്പൊ എന്താ പറയാ? ഇവിടെ അസ്മത് ശബ്ദമാകുമ്പോൾ എനിക്ക് വിശപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇവിടെ? മമ ബുഭുക്ഷ അസ്തി. മമ ബുഭുക്ഷ അസ്തി. ഇനി ഡാഷ് സരസ്വതി അസ്മി. സരസ്വതിയാണ്. ആര്? അസ്മത് ശബ്ദമാകുമ്പോൾ ഞാൻ സരസ്വതിയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയണം? അഹം അല്ലെ? അഹം സരസ്വതി അസ്മി. ഇനി അടുത്തത് ഡാഷ് അന്നം ന രോചതേ. ചോറ് ഇഷ്ടമല്ല. ചോറ് ഇഷ്ടമല്ല. ആർക്ക്? അവിടെ എനിക്ക് എന്ന് തന്നെയാണ് ഉത്തരം വരിക. പക്ഷേ ഇവിടെ രുജു ധാതുവിന്റെ ക്രിയയായതുകൊണ്ട് ചതുർത്ഥി വിഭക്തിയാണ് വരിക. അപ്പോൾ ഇവിടെ എനിക്കായിക്കൊണ്ട് ചോറ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ എനിക്കായിട്ട് എന്ന് പറയാൻ ഏതാണ് ഉപയോഗിക്കുക? മഹ്യം. മഹ്യം അന്നം ന രോചതേ. ഇനി ഡാഷ് മന്ദിരം ഗന്തവ്യമസ്തി. അമ്പലത്തിലേക്ക് പോകേണ്ടതുണ്ട്. മന്ദിരം ഗന്തവ്യമസ്തി. അമ്പലത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, മന്ദിരം ഗന്തവ്യം അല്ലെ? ഇവിടെ തവ്യത് പ്രത്യയമാണ്. അപ്പൊ തവ്യത് പ്രത്യയം ഏത് എന്താ പറയാ പ്രയോഗത്തിലാണ് ഉപയോഗിക്കുക? കർമ്മണി പ്രയോഗത്തിലാണ് അല്ലെ? അപ്പൊ കർമ്മണി പ്രയോഗത്തിന്റെ എന്തെങ്കിലും ഒരു പദസൂചന എവിടെയുണ്ടോ? അവിടെ കർമ്മണി പ്രയോഗത്തിൽ കർത്തൃപദം ഏതിലായിരിക്കും? തൃതീയ വിഭക്തിയിൽ ആയിരിക്കും. അപ്പോൾ അസ്മത് ശബ്ദത്തിന്റെ തൃതീയയാണ് മയ. ഓക്കെ. അപ്പോൾ എന്നാൽ അമ്പലം പോകപ്പെടണം. ഓക്കെ. അപ്പോൾ ഇവിടെ മയ. ഓക്കെ. പിന്നെ മിത്രം ഡാഷ് പഠനായ ആഹ്വയതി. അതായത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പഠനത്തിന് വേണ്ടി വിളിക്കുന്നു. പഠനത്തിന് വേണ്ടി വിളിക്കുന്നു. ആര് വിളിക്കുന്നു? ആരെ വിളിക്കുന്നു? അപ്പൊ മിത്രം ആഹ്വയതി, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി വിളിക്കുന്നു. അപ്പൊ ചോദ്യം, കൂട്ടുകാരി എന്തിനെ വിളിക്കുന്നു? പഠനത്തിന് വിളിക്കുന്നു. ആരെ വിളിക്കുന്നു എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. ആരെ വിളിക്കുന്നു? മാം. ഓക്കെ. മാം പഠനായ ആഹ്വയതി. ഡാഷ് തൈലം പതിതമാസീത്. മത് തൈലം പതിതമാസീത്. എന്നിൽ നിന്ന് എണ്ണ വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എണ്ണ വീണിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര് ഹേതുവായിട്ടാണ് വീണത്, എങ്ങനെയാണ് വീണത് എന്നിങ്ങനെയെല്ലാം ചോദ്യം വരും. പക്ഷെ ഇവിടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? മത് എന്നാണ്. ഓക്കെ. എന്നിൽ നിന്നാണ് ആ എണ്ണ വീണിരുന്നത്. ഓക്കെ. ഇനി യാവത് ശ്രദ്ധ ത്വയി അസ്തി താവത് ശ്രദ്ധ ഡാഷ് നാസ്തി. നിന്നിൽ എത്രത്തോളം ശ്രദ്ധയുണ്ടോ അത്രത്തോളം ശ്രദ്ധ എന്നിൽ ഇല്ല. അപ്പോൾ എന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. നിനക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ടോ അത്രത്തോളം ശ്രദ്ധ എനിക്കില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ഉള്ളത് എവിടെയാണോ അല്ലെങ്കിൽ ഇല്ലാത്തത് എവിടെയാണോ എന്നിങ്ങനെയെല്ലാം വരുമ്പോൾ സപ്തമി വിഭക്തിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ശ്രദ്ധ ത്വയി അസ്തി, ശ്രദ്ധയുണ്ട്. ആരിൽ? നിന്നിൽ. ശ്രദ്ധയില്ല. ആരിൽ? എന്നിൽ. അപ്പോൾ ഇവിടെ മൈ